ചിലപ്പോൾ നമ്മൾ ചിലരെക്കുറിച്ച് പറയാറുണ്ട്, ചിലരൊക്കെ ദേഷ്യം വരുമ്പോൾ കണ്ണിൽ കണ്ടതൊക്കെ തല്ലി തകർക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊരു മോശം സ്വഭാവമാണ്, നമുക്കറിയാം. എന്നാൽ ഇനിയിപ്പോൾ ദേഷ്യം അത് എന്തെങ്കിലും തല്ലി തകർക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നേരെ കൊച്ചിക്ക് വണ്ടി കയറിക്കോ. അവിടെ തല്ലി തകർക്കാൻ മാത്രമായി ഒരിടമുണ്ട്. തല്ലി തകർക്കുവാൻ മാത്രമായി കൊച്ചിയിലേക്ക് കേരളം മുഴുവൻ മസിലും പെരുപ്പിച്ചെത്തുകയാണ്. എന്തിനായിരിക്കും ആളുകൾ കാശ് മുടക്കി തല്ലിപ്പൊളിക്കാൻ വേണ്ടി മാത്രമായി ഇവിടേക്ക് എത്തുന്നത്? കാണാം. മാധ്യമപ്രവർത്തക സ്വകാര്യ സ്ഥാപനം തല്ലി തകർത്തു. ക്യാമറമാനോടൊപ്പം എത്തിയാണ് മാധ്യമപ്രവർത്തക കാക്കനാടുള്ള സ്വകാര്യ സ്ഥാപനം തല്ലി തകർത്തത്. ഇവർക്ക് പിന്നാലെ നടൻ ടൊവിനോ തോമസും സ്ഥാപനം തല്ലിപ്പൊളിക്കാൻ എത്തിയിരുന്നു. ഉള്ളവും ഉള്ളം കൈയുടെ പവറും വെളിപ്പെടുന്നതിന് മുൻപ് ഈ കുപ്പായം ധരിക്കണം. ഇല്ലെങ്കിൽ ഉള്ളു പൊള്ളിത്തീർന്ന് പൊള്ളയായി തിരിച്ചിറങ്ങി വരുമ്പോൾ പഞ്ചസാര പാത്രത്തിൽ വീണ പല്ലിയെ പോലിരിക്കും. ചില്ലു കുത്തിക്കയറി ചോരയൊലിക്കും. റേജ് റൂം എന്ന് പറയും. വിദേശ നഗരങ്ങളിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപേ അവിഭാജ്യ ഘടകമായി മാറിയൊരു മുറി. ബാംഗ്ലൂരും ഡൽഹിയിലുമൊക്കെ യുവാക്കൾ ഏറ്റെടുത്തത്. എന്തിനാണ് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുന്നത്? ചുമ്മാ ഇവിടെ വന്നങ്ങ് തല്ലി തീർക്കണം. ജസ്റ്റ് ബ്രേക്ക് ആൻഡ് ചിൽ. ചിലർക്കിത് രസം, ചിലർക്ക് കൗതുകം, പിന്നെ വലിയൊരു വിഭാഗം മനുഷ്യർക്ക് വേദന സംഹാരി. പെട്ടെന്നുണ്ടാകുന്ന വേദനകളിലൂടെ കടന്നു പോകുന്നവർക്കും കാലമേറെ പഴക്കം ചെന്ന തീരാവിഷാദികൾക്കും ഒരു ഇൻസ്റ്റന്റ് പെയിൻ കില്ലർ. ഒരു ജിം ഇൻസ്ട്രക്ടർ വന്നിട്ടുണ്ടായിരുന്നു. സോ പുള്ളി വന്ന് ആക്ച്വലി കയറുന്നതിന് മുന്നേ പുള്ളി ഇച്ചിരി ഡൗൺ ആയിരുന്നു ആള്. അപ്പോൾ ആളുടെ ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ റേജ് റൂം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ. അപ്പോൾ പുള്ളിയുടെ പ്ലാൻ അനുസരിച്ചിട്ട് പുള്ളി ആക്ച്വലി ബാറിൽ പോയി 2 പെഗ് അടിക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ പുള്ളി അത് ഇവിടെ വന്ന് ട്രൈ ഔട്ട് ചെയ്ത് പുള്ളി ഇറങ്ങി. ആക്ച്വലി നമ്മൾ ഹഗ് ചെയ്തിട്ട് പുള്ളി വലിയൊരു താങ്ക് യു പറഞ്ഞു. ബ്രോ എനിക്ക് ജസ്റ്റ് ഒന്ന് കുളിച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു സാധനം പറഞ്ഞു. സോ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു മോട്ടിവേഷനാണ്, ഒരു വളരെ ആഡ് ഓൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഗുഡ് ഐറ്റം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തോട്ടാണത്. അതാണ് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരിക്കണം. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കുറേ പേര് ഈ പറഞ്ഞ പോലെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് എന്നുള്ളൊരു ചിന്തയല്ല, ഇത് ഫണ്ണായിട്ട് കുറേ പേര് ഡാൻസ് കളിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് മോഡിൽ തന്നെ വന്ന് ചെയ്യുന്നവരുണ്ട്. കൊച്ചി കാക്കനാടാണ് ബ്രേക്ക് ആൻഡ് ചിൽ എന്ന കേരളത്തിലെ ആദ്യത്തെ ഈ നിയമാനുസൃത തല്ലിപ്പൊളി മുറി. എങ്കിലും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് കേരളം മുഴുവനാണ്. തല്ലിപ്പൊട്ടിക്കാനെത്തുന്ന സെലിബ്രിറ്റികൾക്കും പഞ്ഞമില്ല. ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന സോപ്പി ഫുട്ബോളും ഗെയിമിംഗ് സ്റ്റേഷനുമാണ് ഇവിടുത്തെ മറ്റു കിടുക്കൻ പരിപാടികൾ. എന്നാലും റേജ് റൂമിന്റെ തട്ട് താണു തന്നെയിരിക്കും. വരിക, തല്ലി തീർക്കുക. സ്വയം കാറ്റുപോലെ തോന്നുന്ന ഒരു സമയം വരും, അപ്പോൾ പോവുക. ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ഗായത്രി സത്യദേവ്, കൈരളി ന്യൂസ്, കൊച്ചി.